profession wise, I should say it's actually a very mutually supportive one. I learn a lot from him. He sometimes learns a lot from me. പറയാം. എനിക്ക് നിങ്ങളോട് വളരെ സന്തോഷമുണ്ട്. പബ്ലിക് ഓൺ ക്യാമറ കൺഫെസ്ഡ് ദാറ്റ് എന്നിൽ നിന്ന് കുറെ പഠിച്ചിട്ടുണ്ട്. എവിഡൻസ് ആയല്ലോ. രണ്ടുപേരും ഒരേ ജോബാണ്, ഒരേ കരിയർ ട്രാക്കാണ്. ഈഗോ ക്ലാഷ് ഉണ്ടാവാറുണ്ടോ? പിന്നെ ഭയങ്കര ഈഗോ ക്ലാഷ് ആണല്ലോ, ഞാൻ തോറ്റു കൊടുക്കും. അതൊക്കെ പണ്ട്, ഇപ്പൊ ക്ലാഷ് ഒന്നുമില്ല, കാര്യമില്ലെന്നറിയാം. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നിട്ടില്ല. പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും വരാറുണ്ട്, സോ അതുപോലെ ഉണ്ടാവും. ബട്ട് ഐ തിങ്ക് മോർ ദാൻ നമ്മളെ പോലീസിലാണെങ്കിലും വി ഹാവ് വെച്ചാൽ വർക്ക് അത്ര ഉണ്ടല്ലോ, ആൻഡ് വർക്ക് അത്രയും സാറ്റിസ്ഫൈങ് ആണ്. അപ്പോൾ അവിടെ പോയിട്ട് പുള്ളിക്കാരത്തിയുടെ പ്ലേറ്റിൽ കൈയിട്ട് വരേണ്ട ആവശ്യം അങ്ങനെ ഒന്നുമില്ല. പ്രൊഫഷൻ വൈസ് സീറോ. സോ ഐ തിങ്ക് പ്രൊഫഷണലി അങ്ങനെ ഒരു ഈഗോ ചാൻസേ ഇല്ല. പേഴ്സണലി ചില ഈഗോസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സർവീസ് ചെയ്യുമ്പോൾ വെറും ബികോം ആണ്. അപ്പൊ ആ സമയത്ത് തന്നെ PhD ആയിരുന്നു. അപ്പൊ വെറും ബികോം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ പോയി ഒരു MA പൊളിറ്റിക്കൽ സയൻസ് എടുത്തു. അല്ല, നിങ്ങളെ വിചാരിക്കും എന്തോ പണ്ടാരോ പറഞ്ഞ പോലെ ബികോം പാസും ഫസ്റ്റ് ക്ലാസ്. പക്ഷേ ഐ തിങ്ക് കീപ്പിംഗ് IPS അവേ ഈ ഒരു, അപ്പൊ ഞാൻ പൊളിറ്റിക്കൽ സയൻസ് എടുത്തു. പിന്നെ ഞാൻ അഡ്വാൻസ് മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് പോളിസി എടുത്തു ISBയിൽ നിന്ന്. പിന്നെ ഞാൻ ഹ്യൂബർട്ട് H. ഹംഫ്രി ഫെലോഷിപ്പ് എടുത്തു US നിന്ന്. അപ്പൊ അതൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ഇവിടെ ഞങ്ങളുടെ നിങ്ങളൊരു ഈഗോ ക്ലാഷ് എന്നൊരു സംഭവം പറയാൻ നേരത്ത് ഞങ്ങളുടെ ബയോഡേറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ സെയിം ആയിരിക്കും. ഇപ്പോൾ ലിറ്ററലി സെയിം. ഞങ്ങൾ നാഷണൽ പോലീസ് അക്കാഡമിയിൽ 4 വർഷം ഉണ്ടായിരുന്നു. രണ്ടുപേരും 2-3 ജില്ല ചെയ്തു. ഐ മീൻ പുള്ളിക്കാരത്തെ അവിടെ DIG ആണ്, ഞാനിവിടെ DIG ആണ്. രണ്ടുപേരും ഹ്യൂബർട്ട് H. ഹംഫ്രി ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് ചെയ്തു. ഓൾമോസ്റ്റ് സെയിം. പിന്നെ പാഷൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. എന്നുവെച്ചാൽ ഷീ ഈസ് വെരി പാഷനറ്റ് അബൌട്ട് ചൈൽഡ് റൈറ്റ്സ്, വുമൺ റൈറ്റ്സ്. അപ്പോൾ അതിൽ പുള്ളിക്കാരത്തി കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് കുറച്ചുകൂടെ പേഴ്സണൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന കമ്മ്യൂണിറ്റി പോലീസിങ്. ഇപ്പോൾ എനിക്ക് തോന്നിയേക്കുന്നത് ഐ എം മോർ പാഷനറ്റ് അബൌട്ട് പോലീസ് ട്രെയിനിങ്, ഹ്യൂമൻ റൈറ്റ്സ്, ഈ ഒരു ആംഗിളാണ്. അപ്പോൾ ആ ഒരു സ്പെസിഫിക് പാഷൻ വ്യത്യാസമാണ്. പക്ഷേ പിന്നെ നോക്കാൻ നേരത്ത് ഞങ്ങളുടെ ബയോഡേറ്റ ഓൾമോസ്റ്റ് സെയിം ആണ്. രണ്ടുപേരും ഡിമാൻഡിങ് കരിയർ ഉള്ള ആൾക്കാരാണ്. ഇനിഷ്യൽ ഡേയ്സ് എങ്ങനെയായിരുന്നു? കാരണം ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, സാർ വരുമ്പോഴത്തേക്കും യൂസ് ടു ഡ്രസ് അപ്പ് ബിക്കോസ് ഗസ്റ്റ് ഈസ് കമ്മിങ്, അങ്ങനെ എന്തോ അത് എങ്ങനെയായിരുന്നു? സോ ഇനീഷ്യലി ഇപ്പൊക്കെ എൻ്റെ ആറ്റിറ്റ്യൂഡിലും ഭയങ്കര ചേഞ്ച് ഉണ്ട്. ചാൻസ് കിട്ടിയ ഐ തിങ്ക് ഐ വുഡ് leave the children with him. So I think അത് എനിക്ക് തോന്നുന്നു അജിത ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് അജിത തന്നെ വിചാരിച്ചിരുന്നു പാരന്റിങ് സ്ത്രീയുടെ ജോലിയാണ്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അപ്പൊ ഞാനും വിചാരിച്ചിരുന്നു ഇത് പുള്ളിക്കാരത്തിന്റെ ജോലി. അപ്പൊ ഞങ്ങളുടെ തന്നെ ഒരു ട്രാൻസിഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്റെയും റെസ്പോൺസിബിലിറ്റിയാണ്, ഞാനും ഇതൊക്കെ ചെയ്യേണ്ടതാണ്. ആ ഒരു ഫീലിംഗ് എനിക്ക് വരാൻ ഇത് വരാൻ കുറെ സമയം എടുത്തു. പക്ഷേ വേറെ വഴിയൊന്നുമില്ല, ചെയ്തേ പറ്റൂ. Initially my son was with me. Most of these postings wherever I got transferred, he was very young. അപ്പോൾ എല്ലാ ഡിസ്ട്രിക്ട്, ഇപ്പോൾ തൃശ്ശൂർ നിന്ന് ട്രിവാൻഡ്രം നിന്ന് വയനാട് നിന്ന് കൊല്ലം, ഇങ്ങനെ എല്ലാ സ്ഥലവും ട്രാൻസ്ഫറിന്റെ കൂടെ മോനും കൂടെ. അവൻ LKG തന്നെ 2-3 സ്കൂളിൽ പഠിച്ചായിരുന്നു. പിന്നെ when we settled in Kollam, he was in Pathanamthitta. അപ്പോൾ when he used to come for weekends, my son used to get dressed up. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇത് പറ്റൂല, we should live under the same roof, because കല്യാണം കഴിഞ്ഞിട്ടും we were always in different places. അപ്പോൾ അതൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ ദാറ്റ് ഇസ് റീസൺ നമ്മളൊരു ഡെപ്യൂട്ടേഷൻ എടുത്ത് പോകാമെന്ന് പറഞ്ഞ് നാഷണൽ പോലീസ് അക്കാഡമിയിൽ പോയത്. സോ we were there for 4.5 years. So that was a good tenure. അപ്പോൾ ആ സമയത്ത് we had really good time. And COVID brought a huge change. അപ്പോൾ ഈ ചേഞ്ചസ് ഒക്കെ ആക്ച്വലി കോവിഡ് സമയത്ത് വന്നു എന്ന് പറയാം. ആൻഡ് അക്കാഡമിയിലും നമ്മൾ കുറേ ജെൻഡർ സെൻസിറ്റൈസേഷൻ, ആ ട്രെയിനിങ്സ് ഒക്കെ കുറേ കിട്ടും. സോ ആ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ചസും ആ സമയത്ത് ഉണ്ടായി. ഇപ്പോൾ കോവിഡിൽ വി വർ ഏബിൾ ടു ആക്ച്വലി probably many families would have experienced this.
we started spending so much time with our children, and children literally hated us at the end of COVID. Even the parents wanted to send them back to school very urgently. But I would look back and say it was beautiful time. അപ്പോൾ അത്രയും സമയം കുട്ടികളുടെ കൂടെ കിട്ടി. ഇപ്പൊ ഒന്നും അത്ര സമയം കിട്ടില്ല. അവരും ബിസിയാണ്, നമ്മളും ബിസിയാണ്. സോ ആകെ കിട്ടുക വീക്കെൻഡ്. കിട്ടുന്ന സമയം നമ്മൾ we try to make it quality time. We spend together, play some games or something, discuss some books, go for a movie together. For movies, we like that. Try to ban this mobile because എൻ്റെ മോള് ഭയങ്കര സ്നേഹമായിട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ എനിക്കറിയാം ഫോണിന് വേണ്ടി. ഇവിടെ കിട്ടൂല. ഇവിടെ സ്ട്രിക്ട് റൂൾ ആണ് 1 hour എങ്കിൽ 1 hour സ്ക്രീൻ ടൈം. ദാറ്റ്സ് ഇറ്റ്. How did you two meet? And also, how did you decide to become police officers? Like, where did you, that spark came from? So I would like to say that we met 5 ജന്മങ്ങൾക്ക് മുമ്പ്. I think she can say that. So two really different questions. So how he got into IPS, let him say. So how I got into IPS is like, so I was in college. Most of from my family background, generally girls used to get married once they reach 18. So then I was in college. Then I was into students politics. I was a college co-chairperson. I was joint secretary and all that. So my professors motivated me a lot, and they said that you will have to pursue your higher education. You don't give up, don't get married immediately. You think of building a career for yourself. So out of all that motivation, I had to do 1 or 2 days dharna at home to convince my parents to allow me to study further, because they were like arranging a marriage proposal, almost getting ready to get me married. So, and then my dad gave me this idea that if you want to study, why don't you prepare for civil service exam? I just said, which college? I'll go to take the admission, because I didn't know it is a competitive exam at all, though I was a BCom graduate. So then that's how I got to civil services. So I would never say it was my dream job. I was, from my childhood, nothing like that. It was just an opportunity which came my way, and I was like, yes, I'm ready, and I just got hold of it, and that's how. IPS was my second choice. I again wrote the exam, again got IPS, then I decided, okay, probably this is my, and till date, I just love the profession. I love wearing uniform, so I'm happy. I mean, I don't usually like to answer this question, especially after she gives this answer, because for me it's the other way around. It's like my father and my mother used to say, okay, padike, you have all the time in the world, we'll support you. So right from childhood, so my dad himself once tried for this exam. My cousin was already in the Indian Police Service, so I was actually very much attracted, and there was this atmosphere and ecosystem already there. പിന്നെ എനിക്ക് തോന്നുന്നത് ട്യൂഷനും ഇങ്ങനെയൊക്കെ ആയിരുന്നു. പഠിപ്പിച്ചിട്ടായിരുന്നു എന്നാ പറയുന്നത്. അങ്ങനെ പഠിപ്പിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പഠിപ്പിച്ചിട്ടാണെന്ന് എന്നെ അറിയുന്ന ആൾക്കാർ പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. But then now ഇപ്പോൾ പഠിപ്പിച്ചിട്ടാന്ന് പറഞ്ഞ് പലരും വിശ്വസിക്കും. Those who don't know us. Compared to me, he's a പഠിപ്പിസ്റ്റ്. Because when I was in school and all, basketball, dance, singing, choir, never in class. എപ്പോൾ ചാൻസ് കിട്ടിയാലും ബങ്ക് അടിച്ച് അങ്ങ് പുറത്ത് പോയി എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാമെന്ന്. But I think he was more of a study person. And he is അങ്ങനെ കട്ടൊക്കെ ചെയ്ത് പോയാൽ വീട്ടിലറിഞ്ഞ് നല്ല അടി കിട്ടും. കട്ട് ചെയ്ത് പുറത്ത് പോകുന്നില്ല, കട്ട് ചെയ്ത് ക്ലാസ്സിൽ നിന്ന് വേറെ എന്തെങ്കിലും സാധിച്ചു അങ്ങനെ. പിന്നെ പക്ഷെ അച്ഛനമ്മയ്ക്കും സിവിൽ സർവീസ് എന്താണ്, അച്ഛൻ വളരെ സീരിയസ് ആയിട്ട് ചെറുപ്പത്തിൽ തന്നെ സിവിൽ സർവീസ്, കളക്ടർ, IAS എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഇൻപുട്സ് തന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു, പക്ഷേ ഒരു സംഭവം ഇങ്ങനെ ഒന്നുണ്ട്, ശ്രമിക്കേണ്ടി വരും, വഴിയില്ല എന്നും എനിക്കറിയാം. സോ ഹോപ്പ്ഫുള്ളി അതുകൊണ്ട് ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഐ പെർസിസ്റ്റഡ്. എനിക്ക് BTech കഴിഞ്ഞു, ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ജോലിക്കൊന്നും പോയൊന്നുമില്ല, സിവിൽ സർവീസിൻ്റെ ബാക്കിൽ തന്നെ നടന്നു. സോ അങ്ങനെ എത്തിപ്പെട്ടു. ഇപ്പോൾ 2 പാറ്റേൺസ് ഓഫ് അപ്ബ്രിങ്ങിങ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിസയർ ടു ജോയിൻ ദ ഫോഴ്സ്. സോ അപ്പോൾ ഇത് ഈ ഡൈനാമിസം എങ്ങനെയാണ് ഇപ്പോഴത്തെ കരിയറിൽ പ്ലേ ഔട്ട് ആണ്? വാട്ട് എവർ ബാക്ക്ഗ്രൗണ്ട് യു ആർ ഫ്രം. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 4 വർഷം 2018 മുതൽ 22 വരെ നാഷണൽ പോലീസ് അക്കാഡമിയിൽ ട്രെയിനേഴ്സായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും ഒരു 150 പേര് പുതിയതായിട്ട് IPSC വരും. എല്ലാ ബാക്ക്ഗ്രൗണ്ട് ആൾക്കാരും കിട്ടും. ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആ ട്രെയിനിങ് കഴിയാൻ നേരം നമ്മളെല്ലാം ഒന്നാവും. എന്ന് വെച്ചാൽ ആ വ്യത്യാസം വളരെ വളരെ ഈക്വലൈസ് ചെയ്യപ്പെടും. നാഷണൽ പോലീസ് അക്കാഡമിയിൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു വലിയ
കല്ലുണ്ട്, rock, ഒരു റോക്ക്, plain rock. പ്ലെയിൻ വലിയൊരു റോക്ക് ഉണ്ട്. So it says that the academy's role is to sculpt you and bring out the best in you. എല്ലാ കല്ലിലും ഒരു ബ്യൂട്ടിഫുൾ സ്റ്റാച്യൂ ഇസ് ദർ. Academy's role is to sculpt you into Literally that sculpt you. beautiful statue. Academy actually literally sculpts because whatever weight you are, you're going to reduce at least by 25 kgs. Once you reach there, അത്ര ഓട്ടം ചാട്ടം എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു നല്ല ട്രെയിനിങ് നിങ്ങളെ ഒന്ന് പറയാ ഒന്ന് ഒരു ഹോമോജിനസ് ആക്കും, ഡിഫറെന്റ് ഇതാണെങ്കിൽ പോലും. Did you guys become triathletes in the academy? Like, Did you guys become? You both tried Yeah. triathletes. That is now during our term as faculty. We were actually, while training, we met each other, then we got married, then we served in, I was serving in J&K. I was there for 2.5 years, he was in Madhya Pradesh. We got married and came to Kerala. After serving in Kerala, we went back to the academy as trainers. As I said, for faculty to join ചെയ്ത സമയത്താണ് കോവിഡ് വന്നത്. അപ്പോൾ കോവിഡ് സമയത്ത് we had the entire infrastructure inside the academy, but very less work because we were doing online training inside the academy to the probationers. So every day we used to have just one class. ഫിസിക്കലി ഇന്റൻസീവ് ട്രെയിനിങ് ആണ് പോലീസ് ട്രെയിനിങ്. അപ്പോൾ ആ സമയത്ത് ഓൺലൈൻ ട്രെയിനിങ് എങ്ങനെയായിരിക്കും എന്ന് ആലോചിക്കാമല്ലോ. അപ്പോൾ കുറച്ച് സമയം ഫ്രീ ആയിരുന്നു And it was a bubble. എന്ന് വിചാരിക്കാം. And we were all പുറത്ത് പോകാനേ പറ്റില്ല. Any person who leaves the academy has to quarantine themselves for 7 days. അപ്പോൾ നമുക്ക് ഈ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഇത്രയും സമയമുണ്ട്. Then we started taking up triathlon as a kind of a hobby. We started like a hobby. ഡയറക്ടർ വാസ് ഓൾസോ ഒരു അതുൽ കർവൽ പറഞ്ഞിട്ട് ബീഹാർ കാഡ്, ഗുജറാത്ത് കാഡ്. അദ്ദേഹം വാസ് എവറസ്റ്റർ, വെരി ഫിസിക്കലി ആക്റ്റീവ്, ഭയങ്കര ഡൈനാമിക് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ ഒരു ദിവസം ചുമ്മാ നടന്നുകൊണ്ട് പറഞ്ഞത് എങ്ങോട്ടാ ഓടുന്നേ, നമുക്കൊരു ഒരു ഹാഫ് മാരത്തൺ ഓടിക്കളയാം. അപ്പോൾ അങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളാണ്. ഞങ്ങൾ മാത്രമല്ല എല്ലാവരും. He had done the Goa half Ironman. So he took us to his house and he showed his cycle and he showed, introduced us to the world of triathlon.